ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രഖ്യാപനം ഈ ആഴ്ച ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത്. മുംബൈയിൽ ചീഫ് സെലക്ടർ അജിത് കാൽക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ഈ ആഴ്ച ചേരുമെന്നാണ് റിപ്പോർട്ട്. ഈ മാസം 19-നോ 20-നോ ആയിരിക്കും ടീം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇന്ന് ഇൻസൈഡ് സ്പോർട്സ്, ESPN, ക്രിക്കിൻഫോ മുതലായ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. NCAയിൽ കായികക്ഷമത തെളിയിക്കാനുള്ള താരങ്ങളുടെ ഫിറ്റ്നസ് റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും ടീം പ്രഖ്യാപനം നടക്കുന്നത്. നേരത്തെ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻസി റോളിലേക്ക് ശുഭ്മാൻ ഗില്ലിനെ ആയിരിക്കും ടീം ഇന്ത്യ പരിഗണിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് ക്യാപ്റ്റനായി കഴിവ് തെളിയിച്ച ഗിൽ ടീമിലെത്തുമ്പോൾ അക്സർ പട്ടേലിനായിരിക്കും വൈസ് ക്യാപ്റ്റൻസി റോൾ നഷ്ടമാകുന്നത്. കഴിഞ്ഞ വർഷം ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ സൂര്യകുമാർ ക്യാപ്റ്റനായി അരങ്ങേറിയ പരമ്പരയിലാണ് ഗിൽ അവസാനമായി ഇന്ത്യൻ T20 ടീമിൽ കളിച്ചത്. അന്ന് സൂര്യയ്ക്ക് കീഴിൽ വൈസ് ക്യാപ്റ്റനായിരുന്നു ശുഭ്മാൻ ഗിൽ. ഗിൽ തിരിച്ചെത്തുമ്പോൾ ഓപ്പണർ റോളിലേക്കായിരിക്കും അദ്ദേഹത്തെ ടീം പരിഗണിക്കുന്നത്. അങ്ങനെ വന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്ത അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പണിംഗ് സഖ്യം മാറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറിയാൽ സഞ്ജു ടോപ്പ് 4-ൽ കളിക്കുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ടെസ്റ്റ് ഓപ്പണർ ജയ്സ്വാൾ, KL രാഹുൽ എന്നിവരെ ഏഷ്യാകപ്പ് T20 ടീമിലേക്ക് പരിഗണിക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇംഗ്ലണ്ടിനെതിരായ അവസാന ടെസ്റ്റിൽ കളിക്കാതിരുന്ന പേസർ ജസ്പ്രീത് ബുംറ ഏഷ്യാകപ്പിൽ തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഓപ്പണറായി ഇറങ്ങിയില്ലെങ്കിലും ടീമിലെ ഒന്നാം വിക്കറ്റ് കീപ്പറായി സഞ്ജു തന്നെയായിരിക്കും ടീമിലെത്തുക. ജിതേഷ് ശർമ്മ, ധ്രുവ് ജുറൽ എന്നിവരിൽ ഒരാളെ ടീമിന്റെ രണ്ടാം വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചേക്കും. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.